നമ്മളെല്ലാവരും കുറച്ച് നാളായിട്ട് ടോപ്പ് സിംഗറിലാണെങ്കിലും നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ദേ നമ്മുടെ ന്യൂ ഇയർ ഇപ്പൊ വരും 2026 നമ്മൾ ദേ കയറാൻ പോവാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് എത്തിച്ചേർന്നിരിക്കുകയാണ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ. ഇന്ന് ഒരുപാട് ഗംഭീര പ്രോഗ്രാംസ് ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ വഴിയേ കാണാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ ഐശ്വര്യമായിട്ട് നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഈ 1-ാം തീയതിയിലെ പ്രോഗ്രാം ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഉണ്ണി അങ്കിൾ, മധു അങ്കിൾ വെൽക്കം, ആര്യ ചേച്ചി വെൽക്കം. 3 പേർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ? നമ്മളും പ്രേക്ഷകരും ഒക്കെ ഒന്നിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. ഗംഭീരമായിട്ട് തുടക്കമായിരുന്നു. ശരിക്കും ഗംഭീരം. അതെ, ഇനി അങ്ങോട്ടേക്ക് ആവും. അതെ, ഉറപ്പാണ്. കാരണം ഇന്ന് ആൾക്കാരെല്ലാം ഒന്നാമത് ഇവിടെ എല്ലാരും വന്ന ആൾക്കാരെല്ലാം പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കാണും. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് തീരുമാനിച്ചുറപ്പിച്ച് വരാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും മോശമാവില്ല അല്ലേ ഉണ്ടെങ്കിൽ? അപ്പൊ എല്ലാവരും തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. സെഞ്ചുറി അടിക്കാൻ വേണ്ടി. അതെ, ഇനി എത്ര പേര് സെഞ്ചുറി അടിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ജനുവരി 1, 2026 പറയുമ്പോ തന്നെ ഒരു സുഖം അല്ലേ? ആരെങ്കിലും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് 2026 ആവും? സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ വേഗം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതൊക്കെ രസമാക്കാൻ വേണ്ടി ടോപ്പ് സിംഗർ കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ടോപ്പ് സിംഗറിലെ പാട്ട് കേട്ടാലോ? റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2026 നമ്മുടെ ടോപ്പ് സിംഗറിലെ ആദ്യത്തെ പാട്ടാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന നമ്മുടെ റൗണ്ട് ആണ് റെട്രോ റിവൈൻഡ്. ജൂണിയങ്കളുടെ ഇഷ്ടമല്ലേ റൗണ്ട്? ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമ്മൾ ഇനി നൊസ്റ്റാൾജിയകളിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ആരാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്? ആരാണ് വരുന്നത്? ജിതക്കുട്ടി. വീണ്ടും സാരിയൊക്കെ കൊടുത്ത ഒരാളെ നമ്മൾ കാണാൻ. എനിക്ക് വയ്യ. വെൽക്കം ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. 2026 ആദ്യത്തെ ദിവസമാണ് ഇപ്പൊ ഒന്ന് പാടാൻ പോകുന്നത് അല്ലേ? സ്പെഷ്യൽ ആണ്. അതെ, സ്പെഷ്യൽ. എന്ത് തോന്നുന്നു? പുതിയൊരു വർഷമായ സ്ഥിതിക്ക് എന്ത് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് പുതിയ ഏതെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് എല്ലാം ഉണ്ട്. ഏകദേശം എനിക്ക് വയലിൻ പഠിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ചുമ്മാ ചോദിച്ചാട്ടോ, ആവശ്യത്തിന് സ്കിൽസ് ഡെവലപ്പ് ചെയ്തോളൂ, പഠിച്ചോളൂ. അതെ, അതെ. ന്യൂ ഇയർ ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. കുസൃതി ചോദ്യം. മീനോട്ടിക്ക് മൂന്നെണ്ണുണ്ട്, പേടിക്കണ്ട. ചോദിച്ചോ. 2 റാ കൂടിയ ടാ, 2 ടാ കൂടിയാൽ എന്താണ്? കുസൃതി ചോദ്യം. മീനോട്ട് ചിന്തിക്കുന്ന രീതി കണ്ടില്ലേ? ബുദ്ധി ഭയങ്കരം തന്നെ. ഒരു ഭർത്താവ് കയ്യില് താക്കോല് പിടിച്ച് ഡാൻസ് കളിക്കുന്നതിന് എന്ത് പറയും? ഹസ്കി. ഇത് അമ്മയാണ് സത്യം. ഞാൻ ഹസ്കി ഡാൻസ്. ഇപ്പൊ ഇറങ്ങിയിരുന്നല്ലോ ഹസ്കി ഡാൻസ്. പിന്നെയോ അടുത്തത്? ഇതെങ്കിലും മീനോട്ടി വിണ്ടാതിരി ഞങ്ങളൊന്ന് കണ്ടുപിടിക്കട്ടെ. മൂന്നാമത്തെ. കണ്ണിന്റെ സഹോദരന്റെ പേരെന്ത്? സിമ്പിൾ. കണ്ണിന്റെ സഹോദരന്റെയോ? നിങ്ങക്ക് അറിയില്ല? ഞാൻ പറയേ. കണ്ണിന്റെ സഹോദരൻ ഉണ്ണിയൊക്കെ കൊമോൺ പറ്റും. എന്തായി? ഉണ്ണിയങ്ങളൊന്നും ചിന്തിക്കും. ഉണ്ണിയങ്ങളൊന്നും മിണ്ടുന്നില്ല. ഐബ്രോസ്. ഐബ്രോ. അപ്പോ 2026 ഇങ്ങനത്തെ കുസൃതി ചോദ്യങ്ങൾ കേട്ടാണ് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത്. തോറ്റു തുടങ്ങി. അതെ. ഏത് പാട്ടാ പാടണേ? ഞാന് തൃക്കാക്കര പൂ പോരാഞ്ഞു, തിരുനക്കര പൂ പോരാഞ്ഞു. അവിടെ അടുത്തല്ലേ വീട്? അതെ, തൃക്കാക്കരയിലാണ് എന്റെ വീട്. അതെ. യെസ്, അപ്പൊ കറക്റ്റ് പാട്ടാണല്ലോ കിട്ടിയേക്കണത്. അതെ, അതെ. മാധുര്യമ്മയുടെ പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ്? മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ സാറ്, പാടിയത് പി മാധുര്യമ്മ, വർഷം 1971, ഫിലിം ലൈംബസ്. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടുണ്ട്. ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടോ ന്യൂ ഇയർ ആയിട്ട്? നിങ്ങളുടെ റെസൊല്യൂഷൻസ് നിങ്ങളുടെ റെസൊല്യൂഷൻ അല്ല, മധു സാറ്
ഇവിടെ മിഠായി മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നത് മധുചേട്ടൻ ഷുഗർ കട്ട് ഉണ്ടാവില്ല. ഇല്ല മധുചേട്ടൻ ഈ വർഷം ഷുഗർ കട്ട് ഉണ്ടെന്നാ പറഞ്ഞത്. മധുരമഴ പെയ്യുമ്പോ മാത്രം എനിക്ക് ഷുഗർ കട്ടില്ല. അതെ, ഷുഗർ മുന്നിൽ കാണുമ്പോ അത് കട്ടായി പോകുന്നത്. റെസൊല്യൂഷൻ പറ. 2026 വേണ്ട മധുചേട്ടാ, എനിക്ക് ആരും മുട്ടായി എടുത്തുകൊണ്ട് തരും. മധുരമഴയിൽ നിന്ന് ഒരു മിഠായി പോലും ഞാൻ എടുക്കില്ല. 5 മിഠായി വീതമേ എടുക്കുള്ളൂ, ഒന്നായിട്ട് എടുക്കില്ലാന്ന് അല്ലേ? പോയെ. വേറെ റെസൊല്യൂഷൻ പറ. മുട്ടായി ഇവിടെ നടക്കില്ല നമുക്ക് അറിയാം, അതുകൊണ്ട് അത് വേണ്ട. വേറെ കുറച്ച് മടിയനാണ്, അത് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റി വെച്ച് മാറ്റണം. അത് മാറ്റണം. ഓക്കെ, ഇനി ഉണ്ണിയങ്കളോ? ഉണ്ണിയങ്കളുടെ പറ. എന്റെ റെസൊല്യൂഷൻ എന്താണ്? ഇനി ഒരു 10 kilos കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തിന്? ആഗ്രഹമുണ്ട്, അതേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഈ 70 വയസ്സിലും 40-കാരനെ പോലെയാണ് ഇരിക്കുന്നത്. ഇനി 10 കിലോ കൂടി കുറച്ചാൽ നീ എന്താ? സന്തൂർ ഡാഡി ആകും പിന്നെ. അതെ, അതിന്റെ ആവശ്യമില്ല. ഉണ്ണിച്ചേട്ടന്റെ ഡാൻസ് ഒക്കെ കൊള്ളാം, നല്ല ഗ്രേസ് ഉള്ള ഡാൻസ് ആണ്. അതെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ K7 സ്റ്റുഡിയോയിൽ പോയപ്പോ അവിടെ മോഹൻദാസ് ഏട്ടൻ, ഇവിടെ ഉണ്ണിച്ചേട്ടന്റെ സ്റ്റുഡിയോയിലുള്ള മോഹൻദാസ് ഏട്ടൻ പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കണ്ടട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, കൊള്ളാലോ, അതാ വെറുതെ നല്ല ഡാൻസ്, നല്ല ഈയിടെയായിട്ട് പ്രോഗ്രാമിലൊക്കെ ഡാൻസ്. ഒരു റെസൊല്യൂഷൻ എടുത്താലോ ഉണ്ണിയങ്കളെ? എന്താണ്? ഇനി ഞാൻ എവിടെ പാടിയാലും പാട്ടിന്റെ കൂടെ ഡാൻസ് അങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രസമല്ലേ? എന്റെ നീസ് നല്ല ഡാൻസറാണ്. അപ്പൊ അവളുടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു, അവരുടെ ഡാൻസ് കാണാനും അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ അതൊന്ന് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ആരെ ചേച്ചി? എന്ത് ചെയ്യും? എനിക്ക് ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. എക്സർസൈസ്. ഓ, അത് എന്റെയും ഒരു കോപ്പി അടിക്കുന്നത് ശരിയല്ലോ മധുചേട്ടാ. ചോദിച്ചപ്പോ മുട്ടായി തിന്നണം, 2 എണ്ണം അല്ല 5 എണ്ണം എടുക്കുന്നോണ്ട് ഇപ്പൊ എന്റെ കൂടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജിമ്മിന്റെ റെസൊല്യൂഷൻ കഴിഞ്ഞ പോലെ ഞാൻ എടുത്തതാ. അതുകൊണ്ട് വേണ്ട. വെരി ബോറിംഗ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജഡ്ജസിന്റെ റെസൊല്യൂഷൻ. എനിക്ക് റെസൊല്യൂഷൻ ഇല്ലടാ, ഞാൻ റെസൊല്യൂഷൻ എടുക്കില്ല. നന്നായിട്ടാണ് നമ്മൾ 3 പേരും പറഞ്ഞു. അതെ, എനിക്ക് റെസൊല്യൂഷൻ എനിക്ക് ന്യൂ ഇയറിന്റെ അന്ന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇല്ല. എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അപ്പൊ തന്നെ മാറ്റും. ഇതുവരെ എടുത്ത റെസൊല്യൂഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്താണ്. അല്ലല്ല, ഞാൻ ഇതുവരെ എടുത്ത റെസൊല്യൂഷൻ ഒക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ടില്ല. എനിക്ക് ഇപ്പൊ നാളെ തോന്നിയാൽ നാളെ ഞാൻ എടുക്കും. അങ്ങനെ ഓക്കെ, സ്കിപ്പ് ചെയ്തു. അപ്പൊ തൃക്കാക്കര ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ചെയ്ത കുട്ടി. നിന്റെ ഓമൽ പൂപ്പാളിക ഞാനൊന്നു കണ്ടോട്ടെ.
യു. സൂപ്പർ സൂപ്പർ വെരി നൈസ് Nice. ഗീതക്കുട്ടി. ജിതക്കുട്ടി ആ. 2026 ജിതക്കുട്ടിയുടെ ആദ്യത്തെ സോങ് ആണ്. എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? നന്നായിട്ട് പാടാൻ പറ്റി. നന്നായിട്ട് പാടാൻ പറ്റി. ഹാപ്പിയാണ്, സ്വന്തമായിട്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ്. അല്ലേ? ഇനി നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ആ ചോദിക്കാം. 2026 വിചാരിച്ച പോലെയൊക്കെ തന്നെ പാടാൻ പറ്റി ആ, അല്ലേ? ആ അത്യാവശ്യം. ഉമ്മ എന്തെങ്കിലും ഉപദേശം തന്നോ പാടാൻ പോകുന്നതിന് മുന്നേ? നല്ല ഫ്രീ ആയിട്ട് പാടുക എന്ന് പറഞ്ഞു. അതാണ് എപ്പോഴും ആ. അല്ലേ? ചില്ലാണ്. ചില്ലാണേ. ചേച്ചിയെ പറ്റിയുള്ള പാട്ടാ അത്. ഗീതക്കുട്ടി ഓ അപ്പൊ ഇന്ന് ചില്ലായിട്ട് പാടി താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി. ആ ഹമ്മിങ് മാത്രം ഇത്തിരി ഒരു സംശയം പോലെ, ഒരു തുടങ്ങിയ സമയത്ത് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നി. അതൊന്ന് കേൾക്കട്ടെ. ആ ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. മറ്റൊന്ന് ഡ്രോപ്പായി. അതെ അതെ ഒന്നൊരു കോൺഫിഡൻസ് കുറഞ്ഞ പോലെ ഒരു അങ്ങനെ സ്റ്റഡി അല്ലായിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയി കേട്ടാ. പിന്നെ പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്നെ വികാരത്തരളിതനാക്കിയ നിശാഗന്ധി ഉണ്ടല്ലോ, ഒരു സംഗതി ഉണ്ടല്ലോ അവിടെ. അതെങ്ങനെയായിരുന്നു? താലിമുല്ലയുണ്ടല്ലോ ചെന്താമരത്തളിരുണ്ടല്ലോ, താലിമുല്ലയുണ്ടല്ലോ ചെന്താമരത്തളിരുണ്ടല്ലോ, പ്രഭാത ചന്ദന തിലകം ചാർത്തിയ പാരിജാതമുണ്ടല്ലോ, പ്രഭാത ചന്ദന തിലകം ചാർത്തിയ പാരിജാതമുണ്ടല്ലോ, നിന്നെ വികാരത്തരളിതനാക്കിയ നിശാഗന്ധിയുണ്ടല്ലോ. ഇതിനേക്കാളും നന്നായിരുന്നു തേക്കില്. ടേക്കിൽ അടിപൊളിയായിരുന്നു. തേക്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആഹാ എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ചരണത്തിന്റെ ആ ഭാഗം നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന അനുപല്ലവി നിർത്തണ തുളസിപ്പൂ ഇല്ലേ, അത് കുറച്ചൊന്ന് ശ്രുതി ചരണം തോന്നി. അത് കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവിയിൽ തിരുമാന്താങ്കുന്നിലെത്തിയ കുറച്ചൊന്ന് ശ്രുതി മൈന്യൂട്ട് ആയിട്ട് എനിക്ക് തോന്നി. ഒന്ന് കണ്ടോട്ടെ, അവിടെയൊക്കെയാണ് കുറച്ച് മൈന്യൂട്ട് പ്രശ്നങ്ങൾ തോന്നിയത്, ശ്രുതി പ്രശ്നം മാത്രം. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഹമ്മിങ്ങും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് സ്റ്റഡി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലായിരുന്നു എന്നല്ല, അടിപൊളിയായിരുന്നു. പാടിയത് മുഴുവൻ വളരെ മനോഹരമായിട്ട് പാടി. വളരെ ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് ഇന്നത്തെ പാട്ടിൽ. താങ്ക് യു സാർ. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. നേരത്തെ കേട്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു ബോൾഡ് ആയിട്ട് കുറച്ചും കൂടി Confidence വന്നു കുറച്ചും കൂടെ. അപ്പൊ ജിതക്കുട്ടിക്ക് 2026 നല്ലതാണ്. നല്ലതാണ്. കോൺഫിഡൻസ് വർദ്ധിച്ചു, പാട്ടിന്റെ നിലവാരം കൂടി. താങ്ക് യു സാർ. യെസ്. അപ്പൊ പോട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. 2026 ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ കൂടി വരട്ടെ. കൂടി എല്ലാത്തിനും 100 മാർക്ക് അടിക്കും. യെസ് അതെ. ജിതക്കുട്ടി എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല വ്യത്യാസം. സോങ് സെലക്ഷനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിതക്ക് നല്ല എക്സൽ ചെയ്യാൻ പറ്റിയ പാട്ട്. അതുപോലെ വോയിസിന്റെ ആ ടെക്സ്ചർ ഭയങ്കര രസമായിട്ട് പുറത്തു കൊണ്ടുവന്ന പോലെ തോന്നി. താങ്ക് യു. കാണാനും നല്ല രസമുണ്ട്. പിന്നെ മധുചേട്ടൻ പറഞ്ഞ ചെറിയ ചെറിയ മിസ്റ്റേക്സേ ഉള്ളൂ. എനിക്കും ആ ആദ്യത്തെ ഒരു ആകാരം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തൊരു പാളിച്ച കാര്യമായിട്ട് നോട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ അത് നിള പോലെയാ തോന്നിയത്. പിന്നെ നിശാഗന്ധി ഉണ്ടല്ലോ, പിന്നെ വനജോത്സ്ന ഉണ്ടല്ലോ, രണ്ടും ബ്രെത്ത് പ്രശ്നം. മൊത്തത്തിൽ നമുക്ക് ബ്രെത്ത് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ശ്വാസമൊക്കെ എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ. എക്സസൈസ് ഇനി എടുത്താൽ എന്തായിരിക്കും സ്ഥിതി ജിത? ഇനി എടുത്താലില്ലേ ഈ പാട്ട് മുഴുവൻ അവൾ ഒറ്റ ശ്വാസത്തിൽ പാടും. വോക്കൽ എക്സസൈസ് ആണ് ഇനി ആവശ്യം അല്ലേ? യെസ്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിടിലൻ ഇതുപോലെ തന്നെ പോട്ടെ. നല്ല പ്രോഗ്രസ് ഉണ്ട് കേട്ടോ ജിതക്കുട്ടി. താങ്ക് യു. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഹായ് ജിതക്കുട്ടി. എന്തോ ഹായ്. നല്ല പവർഫുൾ വോയിസ് ആണ് ജിതക്കുട്ടിയുടെ. വെരി പവർഫുൾ വോയിസ് ആൻഡ് കോൺഫിഡൻസ് ഹാസ് ഇംപ്രൂവ്ഡ്. ഇത് മാധുരി ചേച്ചിയുടെ പാട്ടാണ്. മാധുരി ചേച്ചിയുടെ വോയിസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് വോയിസ് ആണ്. വേറെ ആർക്കും അങ്ങനെ ഒരു വോയിസ് ഇല്ല എന്ന് തന്നെ പറയാം. ഭയങ്കര കുത്തിക്കൊള്ളുന്ന പോലെ നല്ല എത്രയോ സൂപ്പർ ഹിറ്റ്സ് ഭാഷ അറിയാത്ത ഒരാള് ഇത്രയും ഹിറ്റ്സ് മലയാളത്തിൽ പാടി കഴിഞ്ഞു അല്ലേ? അതെ അതെ. അത് ദേവരായ മാസ്റ്ററുടെ ഏറ്റവും ബെസ്റ്റ് സോങ്സ് പാടിയിട്ടുള്ളൊക്കെ മാധുരി ചേച്ചിയാണ്. അതെ അതെ. അപ്പോൾ നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം മാധുരി ചേച്ചിക്ക്. നമസ്കാരം മാധുരി. യെസ്. അപ്പോൾ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് നന്ദി. ആൻഡ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ആ ഫസ്റ്റ് ഹമ്മിങ് കേട്ട ഉടനെ ഒന്ന് ഷോക്ക്ഡ് ആയിപ്പോയി. അത് എന്ത് പറ്റി ജിതയ്ക്ക് കുറച്ചൊന്ന് ഡ്രോപ്പ് ആയല്ലോ എന്ന് തോന്നി. സാധാരണ അങ്ങനെ വരാറില്ല. പിന്നെ ഈ പിന്നീട് പാടിയപ്പോഴാണ് ഓക്കെ കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിൽ ഒരു ഫൈൻ ട്യൂണിങ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നി. ബട്ട് ഓൺ ദ ഹോൾ ആ ഒരു ഫ്ലോ നന്നായിരുന്നു. നല്ല സ്പോണ്ടനിറ്റി ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. ഗുഡ് ലക്ക്. അപ്പൊ ഈ പുതിയ വർഷം ഉണ്ണിയങ്കൾ നോക്കുമ്പോ ജിതക്കുട്ടിക്ക് എങ്ങനെയുണ്ട്?
Definitely, it's going to be, rocking 2026. റോക്കിംഗ് Yes. ബ്രൈറ്റ്. Yes. ഈ വർഷം വളരെ നന്നായിരിക്കട്ടെ. താങ്ക് യു സർ. നമുക്ക് കറാട്ടെ കൊണ്ട് അടിച്ച് നിരത്തണം. അയ്യോ വേണ്ട. ഡാൻസും കൂടെ. ഉണ്ണി സാറും മധുചേട്ടനും എല്ലാം ഇടക്കിടക്ക് പോകും. ഇവളുടെ ഇടി ഞങ്ങൾ വേണം കൊള്ളാൻ. അത് വേണ്ട. ഷീസ് എ മൾട്ടി ടാസ്ക്. അതെ. അപ്പൊ എല്ലാത്തിലും തിളങ്ങാൻ പറ്റട്ടെ. അതെ, ഇപ്പൊ തീർച്ചയായിട്ടും. പുതിയൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, വയലിൻ പഠിക്കാൻ വയലിൻ പോകുന്നത്. പുതിയ പഠിക്കാം അല്ലേ? skills. അതെ. അപ്പൊ അതിലും തിളങ്ങട്ടെ കേട്ടോ. താങ്ക് All യു the സർ. best. താങ്ക് യു. Yes. 2026 ആദ്യ മാർക്ക്. എത്ര എക്സ്പെക്ട് ചെയ്യണ്ടോ ഒന്ന് പറയാം നോക്കട്ടെ. ഒരു 97 സംതിങ്. വെരി ഗുഡ്. ആഹാ. അപ്പൊ അതിൽ കൂടുതൽ വേണ്ടല്ലോ. അല്ല വേണമെന്നുണ്ട്, അതെയാ? എനിക്ക് അറിഞ്ഞൂടാ. 97.5. മിസ്റ്റേക്സ് പറഞ്ഞല്ലോ. അപ്പൊ 97.75 ആ, തന്നാല് വേണ്ടെന്ന് പറയോ? ഇല്ല ഇല്ല. എന്നാലും കുറച്ചുകൂടി കൂട്ടണോ ആഹ്. അതോ കുറയ്ക്കണോ? കൂട്ടിക്കോ. ജിത്ത, you'll be getting 98 out of 100. താങ്ക് യു സർ. അപ്പൊ ചിതക്കുട്ടി ഹാപ്പി ന്യൂ ഇയർ. തുടക്കം നമ്മൾ മോശമാക്കിയില്ല അല്ലേ? ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേളിലോട്ട് ഇനി ഇതിന് താഴോട്ടൊന്നുമില്ല. അതെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year too. ഉണ്ണിയങ്കിൾ, Yes. നമുക്ക് 2026 ആദ്യത്തെ ലിറ്റിൽ ഏഞ്ചലിനെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. എന്താണ് നിങ്ങളുടെ 3 പേരുടെ അഭിപ്രായം? നല്ലൊരു അഭിപ്രായം. കാരണം ഉറപ്പല്ലേ? അങ്ങനെയാണ് ഒരു മുട്ടായി മഴ എന്തായാലും വീഴുന്നു നമ്മൾ ആദ്യം ഉറപ്പിക്കുന്നത്. അത് ചവച്ചെറുക്ക് വായിൽ കിടക്കുന്നത് ഏതോ ഒരു കുട്ടിയുടെ കയ്യിൽ പൊട്ടതാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ വീണ്ടും മുട്ടായി മഴ വീഴാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ലിറ്റിൽ ഏഞ്ചൽ വന്നാൽ എന്തായാലും ഉറപ്പായിട്ട് വീഴുമല്ലോ. ഉറപ്പായിട്ടും വീഴുമല്ലോ. 100 അടിക്കണം നിർബന്ധമില്ലല്ലോ. നമ്മുടെ ധനശ്രീ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ധനശ്രീ ഓൺ സ്റ്റേജ്. ചിറകൊക്കെ ഉണ്ട്. Happy New Year. അയ്യോ നടക്കണേ. എന്റെ ചേച്ചി. ആ, ആ, മെല്ലെ മെല്ലെ. yes. ആദ്യം തന്നെ ആ ഉടുപ്പ് മധുവെങ്കിലും ഇഷ്ടപ്പെട്ടു. ആ കളർ ആ ഷൂസ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുണ്ട് ധനുശ്രീ കുട്ടി? സുഖം. ന്യൂ ഇയർ ആയിട്ട് എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല. പിന്നെ എന്റെ ചേട്ടൻ ഫുട്ബോൾ കോച്ചിന് പോയി. ചേട്ടൻ ആണോ? ഫുട്ബോൾ കോച്ചിങ്ങിന് കോച്ചിങ്ങിന് പോയി പോയി. ആ. ന്യൂ ഇയർ ആയിട്ട്. ആഹാ. എന്റെ 2 എപ്പിസോഡ് വന്നു. ആഹാ. എന്നിട്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? അടുത്ത ഷൂട്ടിനൊന്ന് പോകുമ്പോ ആ, നന്നായിട്ട് പാടണം. ഒരു കാര്യം പറയട്ടോ, ഒരു ആന്റിയും ആ. ഒരു ചേച്ചിയും കൂടെ വന്ന് ഇനിയും നന്നായിട്ട് പാടണം. വല്യേട്ടന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. ആ. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടുന്ന ആദ്യമായിട്ടല്ലേ? എല്ലാം ഓർത്തോർത്തെടുത്ത് അതെ, പറയാം. അങ്ങനെ പറഞ്ഞു. നമ്മുടെ ധനുശ്രീ കുട്ടിയുടെ ഫാൻസ് ആണ് അതെ, എല്ലാം. ധനുശ്രീ എല്ലാവരും. മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ? ഈ ടോപ്പ് സിംഗറിലെ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാ? കൊറേ സിംഗേഴ്സ് പാടുന്നില്ലേ, പേരറിയോ? ആദ്യ ആ, ചേച്ചിനെ കണ്ടോ? ഇഷ്ടം. ആ. കണ്ടോ? അതേപോലെ മധു അങ്കിളിനും MJ അങ്കിളിനും അതല്ലേ ചോദിച്ചേ. ആ. പാടുന്ന കുട്ടികളുടെ കാര്യം ചോദിച്ചേ. കൊച്ചു കുട്ടികൾ യാ. ആദ്യ ചേച്ചി. ആ കണ്ടോ? പാടുന്ന കുട്ടി അല്ലേ? ഓക്കെ, അതല്ല വേറെ കുട്ടിയില്ലേ? പെണ്ണുകുട്ടിയല്ലേ? ഈ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്. പെണ്ണുകുട്ടിയല്ലേ? പെൺകുട്ടിയല്ലേ? പെൺകുട്ടിയല്ലേ? ആ, പെൺകുട്ടി. ഞാനും പെൺകുട്ടിയല്ലേ? ആ അതെ അതെ. ഓ, അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടാണ്. പെൺകുട്ടികൾ തമ്മിൽ ഇത്രയൊരു ശരി, ചോദ്യം പിൻവലിച്ചു. അതെ. ഏത് പാട്ടാ ഈ പെൺകുട്ടി പറഞ്ഞേ? മിടുമിടു മിടുക്കൻ മുയലച്ചൻ. ഓ മടി മടി അതാരുടെ മടിയൻ. പാട്ടത്? മിടുമിടു മിടുക്കൻ മുയലച്ചൻ. മടി മടി മടിയൻ മറയാമ അടി പിടി കൂടി. ആ ആണിന്റെ ശബ്ദം പാടിയത് ആരാധന. ആരാ? ആണോ? ആ. മധു അങ്കിൾ. അപ്പൊ പെണ്ണിന്റെ ശബ്ദം. സ്വന്തം മതങ്ങൾ. Yes. കുട്ടിയുടെ ശബ്ദം. അതേപോലെ നന്ദി ചേച്ചി. Yes. ആ. Okay. നമുക്ക് പാട്ട് പാടാം. All the best. Ready? Thank you. All the best. Thank you. All the best. Thank you. മിടുമിടു മിടുക്കൻ മുയലച്ചൻ. മടി മടി മടിയൻ മരയാമ. അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. മിടുമിടു മിടുക്കൻ മുയലച്ചൻ. മടി മടി മടിയൻ മരയാമ. അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. കുറുമൊഴി വീട്ടിൽ കുയിലമ്മ. അവൾ
അവളുടെ പേരിൽ വക്കണം. വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുമുൻപിൽ. എന്നിട്ട് എന്നിട്ട് കടുവയും പുലിയും ചെന്നായും കരടിയും ആനയും കേൾക്കാനായി കുറുചെവി കുറുക്കൻ കാര്യസ്ഥൻ വിധിയതുറക്കെ വായിച്ചു. അമ്പമ്മോ, കടുവയും പുലിയും ചെന്നായും കരടിയും ആനയും കേൾക്കാനായി കുറുചെവി കുറുക്കൻ കാര്യസ്ഥൻ വിധിയതുറക്കെ വായിച്ചു. എരിപൊരി വേളിൽ രണ്ടാളും 20 നാഴിക ഓടട്ടെ. ജയമതിലാകൂ അവനാണേ കുയിലിന് സ്വന്തം മണവാളൻ, കുയിലിന് സ്വന്തം മണവാളൻ. പിന്നെ പറയിച്ചാം മിടുമിടുമിടുക്കൻ മുയലച്ചൻ. മടി 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 എന്നറിയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. വിജയമുറച്ചു മുയലച്ചൻ ചെറുതിടയൊന്നു മയങ്ങിപ്പോയി. അതുവഴിയാമ നിരങ്ങിപ്പോയി. കുയിലോ കൂടെ ഇറങ്ങിപ്പോയി. അയ്യോ, വിജയമുറച്ചു മുയലച്ചൻ ചെറുതിടയൊന്നു മയങ്ങിപ്പോയി. അതുവഴിയാമ നിരങ്ങിപ്പോയി. കുയിലോ കൂടെ ഇറങ്ങിപ്പോയി. കുയിലിനും ആമയ്ക്കും കല്യാണം, കരിമലക്കാടിന് പൊന്നോണം. മുയലിന്റെ കഥയൊരു ഗുണപാഠം, കുടുകുടിച്ചിരിക്കണമാവോളം, കുടുകുടിച്ചിരിക്കണമാവോളം. മിടുമിടുമിടുക്കൻ മുയലച്ചൻ. മടി 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 എന്നറിയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. മിടുമിടുമിടുക്കൻ മുയലച്ചൻ. മടി 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 എന്നറിയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. ആഹാ, കലക്കി. അടിപൊളി. ഇതൊരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കാം. അതെ, സ്റ്റാൻഡിങ് ഓവേഷൻ. ഓക്കെ, യെസ്. ധനശ്രീ കുട്ടി കലക്കി, അടിപൊളി ധനശ്രീ കുട്ടി. ടൈമിംഗ് സെൻസ് ഭയങ്കരം അല്ലേ? അതെ 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 അതെ. വെരി ഗുഡ്. ധൻശ്രീ ബേബി, എന്നാ എന്നിട്ട് കടുവയും പുലിയും അത്രയും പാടുക. ഇതൊരു ഭയങ്കര സർപ്രൈസ് പാക്കേജ് ആണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മോളെ. ആണോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മോളെ കണ്ടിട്ടില്ല. ഉണ്ണിയങ്കളിനോട് കൊറേ നേരമായിട്ട് അവൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ല്ലേ കാണാത്തെ? ഞാൻ ആ. ഇപ്പൊ വന്നപ്പോ കണ്ടല്ലോ. കണ്ടോ? അടുത്ത ദിവസം ചിലപ്പോ ഉണ്ണി അങ്കിളായിരിക്കും, അല്ലെങ്കിൽ MJ അങ്കിളിനായിരിക്കും. അതാണ്. അപ്പൊ ഞാൻ ചിലപ്പം അമ്മയുടെ നമ്പർ വാങ്ങി ഉണ്ണി അങ്കിളിന് തരാം. ആ, അപ്പൊ ശരി. വിളിക്കാം, എന്നിട്ട് കാണാം. അപ്പൊ വിളിക്കാം. പിന്നെ കാണാൻ. ആ, നമുക്ക് വീഡിയോ കോളിൽ കാണാം. അതെ. ഓക്കെ. എന്തായാലും മോളൊരു അതിഗംഭീര പാട്ടുകാരിയാണല്ലോ. ഞാന് കൊറേ പ്രാവശ്യം കേട്ട് പഠിച്ചതാ. അങ്ങനെ പഠിച്ചാണല്ലേ? അങ്ങനെ പഠിച്ചാലും ചിലപ്പോ സ്റ്റേജിൽ തെറ്റിക്കാറുണ്ട് ചില കുട്ടികൾ. അതെ അതെ അതെ. പക്ഷെ എവിടെയും തെറ്റുന്നില്ല. താളമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നു. കൃത്യം. അതെ. എന്തൊരു ഭംഗിയായിട്ടാ പാടിയേ. ഇടയ്ക്കുള്ള ഡയലോഗ്സ്, ആ ഡയലോഗ്സ് ഒക്കെ നല്ല ടെമ്പോയിൽ ഇങ്ങനെ ഇടയ്ക്കുള്ള clean, clean. ചിരി. അതൊക്കെ, ആ. മോള് മിടിക്കാണ് കേട്ടോ. Thank you. ആ ഗംഭീരായിട്ട് പാടുന്നുണ്ട്. ഇനിയപ്പോ ഈ ഹാപ്പി ന്യൂ ഇയർ ഒരു ഗംഭീരമാവട്ടെ മോൾക്ക്. ഓക്കെ. Okay. അപ്പൊ മധുവങ്ങളിനോട് ചോദിക്കാനി Thank you. എങ്ങനെ ഉണ്ടായിരുന്നു. മധുങ്കളോട് ചോദിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് പാടിയില്ലേ? അടിപൊളിയായിട്ട് പാടി ധനശ്രീ കുട്ടി. Thank you. ആ പിന്നെ ആ ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഇടയ്ക്കുള്ള ഡയലോഗ്സ് കറക്റ്റ്, ഇടയ്ക്കുള്ള ചിരി കറക്റ്റ്. ഇനിയിപ്പോ എന്താ വേണ്ട? ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കണേ?
ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, വെരി ഗുഡ്, എക്സലന്റ്. 5 വയസ്സായപ്പോഴേ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ആണോ? 5 വയസ്സായപ്പോഴേ 6 വയസ്സായപ്പോഴേ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ എത്ര വയസ്സായി ശരിക്കും? 6. 6 വയസ്സായി. 6. ഓ അത് ശരി. 5 വയസ്സ് തൊട്ടേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ കുഞ്ഞ്. 2-ലാവുമ്പോ 6 അത് കഴിഞ്ഞിട്ട് 7 ആവും. 7 ആവും. ഓ അത് ശരി. കണ്ടോ, ഓക്കെ. ഇത് ആർക്കും അങ്ങനെയാണ്. സംഭവിക്കാറില്ല അതെ ഇങ്ങനെ. അതെ അതെ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ 6 കഴിഞ്ഞ പിന്നെ 7 ആവുക, അത് കഴിഞ്ഞ 8 ആവുക. എട്ടാവുക. ആക്ച്വലി നമുക്കൊന്നും സംഭവിക്കാത്തൊരു കാര്യമാണ് ഓരോ കുഞ്ഞിന് കാര്യങ്ങളും വന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കണം. കുട്ടിയാണ്. അതെ അതെ അതെ. നമ്മുടെ ആരൊക്കെയാ വന്നിട്ടില്ല മോളുടെ? അമ്മയും വല്യമ്മയും. അച്ഛൻ, അമ്മ, വല്യമ്മ. യെസ്. എല്ലാ വിശേഷം അറിഞ്ഞല്ലോ. അതെ അതെ ഇനി അതെ, എന്തെങ്കിലും അതെ. ആർക്കും ചോദിക്കാനുണ്ടോ? അതെ. ആ ഇടയ്ക്കുള്ള ചിരി എങ്ങനെയായിരുന്നു പാട്ടില്? ആ യെസ് യെസ്. ഇരുത്തി, നമ്മുടെ ടെസക്കുട്ടി ഇതുപോലെയല്ലേ ചിരിക്കുന്നത്? മേടിക്ക് കുട്ടി. ഫോട്ടോ എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ. ആ ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ ഒച്ചയില്ല. ചിരിക്കണേ, ഒച്ചയില്ലാത്ത ശബ്ദം ഉണ്ടാവില്ല. ചിരി. ഓ ആ അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചിരിക്കും. അതെ, വീഡിയോ എടുക്കുമ്പോ അങ്ങനെ, ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ശബ്ദമില്ലാതെ. യെസ്, കൊള്ളാം. ഉം. അപ്പൊ മിടുക്കിയായിട്ട് പാടിയിട്ടോ. മധുവങ്കലിന് വളരെ ഇഷ്ടപ്പെട്ടു. ആ. റീമി ചേച്ചിയോട് ഞാൻ പറയാം. അതെ. ഞാൻ നന്ദ ചേച്ചിയോടും ഞാൻ പറയാം. റിമി ചേച്ചീനെയും നന്ദ ചേച്ചീനെയും ആരി ചേച്ചിക്കും മധു അങ്കിളിനും അറിയാമോ? അറിയാം. അറിയാലോ. ഓ, ആ. ഞാനേ വല്യമ്മ എനിക്ക് വല്യമ്മയുടെ ഫോണില് റിമി ആന്റീനെയും നന്ദ ചേച്ചീനെയും കാണിച്ചു തന്നു. ആണോ? ആ. ഓക്കെ ഓക്കെ. ആ. അപ്പൊ എന്തായാലും കൊള്ളാം. മിടുക്കിയാണ്, മിടുക്കി, മിടുക്കി. താങ്ക് യു. യെസ്. ധനശ്രീ കുട്ടി, എന്താ? എന്തൊരു രസമായിരുന്നു പാട്ട് കേക്കാൻ. ഞാൻ ഈ കഥ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവായിരുന്നു. അതെന്ന് വെച്ചാ ആ മുയലും ആ ആമയും കൂടെ ഓട്ട മത്സരം. ഓൾട്ട മത്സരം. ആ. അപ്പം മുയൽ ആദ്യം പോയപ്പോ ഉം. മുയലിന് മൊയില ആദ്യം നല്ല സ്പീഡിൽ പോയി. സ്പീഡിൽ പോയപ്പോ ആമ slow നോക്കിയപ്പോ motion ല് ആന വരണോണ്ട് കണ്ടത്. ആമ പതുക്കെ പതുക്കെ വരണേ ഉള്ളൂ. ആ. അതുകൊണ്ട് കുറച്ചു നേരം കടന്നു. അപ്പൊ ആമ നെഴഞ്ഞ് ഇങ്ങനെ എഴുഞ്ഞ് നടന്ന് എഴുഞ്ഞ് പോയി. അവസാനം ഫസ്റ്റ് ആയി. ആമ First ആയി. ആമ ആമ മുയൽ അല്ല ബാക്കിൽ കൂടെ ഓടി വന്നു. അല്ല മൊയില് വിചാരിച്ചു ആമ ഇനിയും സമയം എടുക്കും സമയം വരാന്ന് എടുക്കും. വിചാരിച്ചു. ദേ, എന്നാ ഉറങ്ങി. കിടന്ന് ഉറങ്ങിക്കളയാന്ന് വിചാരിച്ചു. അപ്പത്തേക്കും ആമ അവിടെ എത്തി. പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി. കുയിലമ്മേ കല്യാണം കഴിച്ചു. എന്ന് പറഞ്ഞില്ലേ ഞാൻ അത് കേട്ടു. കാക്കയല്ലേ? ക്രോ ക്രോ. കാക്കയല്ലേ ക്രാക്രാന്ന് പറയുന്നത്. കുയിലെങ്ങനെയാ? അങ്ങനെയല്ലേ? ആ അത് ആര് ചേച്ചി? ആണോ? ഞാൻ വിചാരിച്ചു ആര് ഡബ് ചെയ്തതാണല്ലേ? അതെന്താ, അത് നായ്ക്കുട്ടിയോ? അതെന്തോ ഒരു പ്രത്യേക ബോ, 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 ബോ. ആ, അത് നായ്ക്കുട്ടി. മിമിക്രി ഒക്കെ ഉണ്ട് കേട്ടോ. മിമിക്രി ഉണ്ടല്ലേ? ആ, പൂച്ച. ആ, എനിക്ക് മനസ്സിലായി, പൂച്ച. Yes. ധനശ്രീ കുട്ടി മിടുക്കിയാണ്. മിടുക്കി. സുന്ദരി കുട്ടി നല്ല അടിപൊളിയായി പാടി. ആ എന്നിട്ട് എന്ന് പറയുന്നൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നിട്ട് Yes. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ആ കഥയൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഉടുപ്പ് ഇഷ്ടപ്പെട്ടു. ധനശ്രീ കുട്ടിയുടെ ഉണ്ണി അങ്കിളും ആരി ചേച്ചീനെയും മധു അങ്കിളിനെയും വെച്ചൊരു പാട്ടുണ്ട്. അതേത് പാട്ടാ? അതെന്ത് പാട്ടത്? ഉണ്ണി അങ്കിൾ മധു അങ്കിൾ ആര്യ ചേച്ചി മീനൂട്ടി മീനൂട്ടിയുണ്ടോ? Okay. ആ, അത് കൊള്ളാലോ. ഉത്തരമൊന്നു ഇത് കേൾക്കാൻ കൊതിയുള്ളൂ. ആ. ഉത്തരം പറഞ്ഞാൽ മധുരമഴ. ഓ, ഓ. Yes. കൊള്ളാലോ. ഇതാണ് പറഞ്ഞാലേ ഇതാരാ മധുരമഴ. ഇതാരെ പഠിപ്പിച്ചെന്നേ? അച്ഛൻ. ആണോ? ഓ, അച്ഛനാണ് ഇതിന്റെ. അതേപോലെ അമ്മ ലിറിക്സാ? അല്ല ആ? അമ്മ അച്ഛനോട് പോയി ഒന്നും കൂടെ രണ്ടുപേരും കൂടെ പാടാൻ പറഞ്ഞു. ആ, ആ. എന്നിട്ട് കൊറേ പ്രാവശ്യം അച്ഛനും ഞാനും കൂടെ പാടി. പാടി നോക്കി. ഓ, അതേപോലെ ഞാൻ ഒറ്റയ്ക്ക് പാടി. പാടി പ്രാക്ടീസ് practice ചെയ്തിട്ടാണ് ചെയ്ത് വന്നിരിക്കുന്നത്. Yes. ധനശ്രീ ഹാർഡ് കുട്ടി. വർക്ക് ഉണ്ടെന്ന് അറിയാമോ അപ്പൊ ഇതിന്റെ അപ്പൊ ഒരു പുറത്ത്? കാര്യം ചെയ്യാം. ആ മധുരമഴ. പാട്ടും കൂടി പാട്ടിലുള്ള പാടിക്കഴിഞ്ഞാൽ പോലെ. മധുരമഴ പെയ്യും. അതെ. ഉണ്ണി അങ്കിൾ മധു അങ്കിൾ ആ. ആര്യ ചേച്ചി മീനൂട്ടി ഉത്തരം ഉത്തരമൊന്നു പറയാമോ? ആ. ഉത്തരം പറഞ്ഞാൽ മധുരമഴ. മേലെടുത്ത് നോക്ക്. മിടുമിടുമിടുക്കൻ മുയലച്ഛൻ മടി 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 എന്നറിയാമ അടിപിടി കൂടി ഒരു നാളിൽ 10 വരെ ഉണ്ട്, അതിനുള്ളിൽ എടുക്കണേ. 1 മിടുമിടുമിടുക്കൻ മുയലച്ഛൻ മടി 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 പറത്ത്. കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ബൈ ബൈ. Bye bye.
ഹാപ്പി ന്യൂ ഇയർ. ഇനി വരാൻ പോകുന്നത് നമ്മുടെ റിജ്വൽ കുട്ടനാണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. സെലക്ട്സ് വെൽക്കം റിജ്വൽ കൃഷ്ണ ഓൺ സ്റ്റേജ്. യെസ്, റിജ്വൽ കുട്ടൻ. എവിടെ പോവാ? ആര്യ ചേച്ചിയുടെ അടുത്തേക്കാണ് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കുഞ്ഞുവിന്റെ അടുത്ത്. കുഞ്ഞു എന്താ ന്യൂസ്. കുഞ്ഞു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എനിക്കാണോ? വന്നേ വന്നേ ചോദിക്കട്ടെ. തുറക്കട്ടെ. എടാ ഇതില് പടമൊക്കെ വരച്ചിട്ടുണ്ടോ? അയ്യോടാ, ആരാ വരച്ചേ? അത് അവൻ തന്നെ വരച്ചാണോ? അല്ല, ഞാനൊരു അങ്കിളിനെ കൊണ്ട് വരപ്പിച്ചതാ. ത്യാഗം കൊച്ചു സഹിക്കണം. അതെ, ഈ ന്യൂ ഇയറിന്. അയ്യോ, പക്ഷെ നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. വെരി നൈസ്. നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. താങ്ക് യു സോ മച്ച് ഡാ. എന്റെ സ്വന്തം കുട്ടൂസിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. അച്ചോടാ, നമുക്ക് രണ്ടുപേർക്കും ഇല്ല കേട്ടോ. നമുക്ക് ആർക്കും ഇല്ല, നമ്മളൊന്നും ഒന്നും അല്ല. അച്ചോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഉജ്ജ്വലമായി ഏതായാലും. അതെ, അതെ. ഇഷ്ടായില്ല ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അപ്പുറം എനിക്ക് എന്ത് വേണം? എന്നെ കുഞ്ഞൂസിക്ക് പോരെ. ആര്യ ചേച്ചി തിരിച്ചെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ക്രിസ്മസ് ഗിഫ്റ്റ്, ന്യൂ ഇയർ ന്യൂ ഇയർ കൊടുക്കാം. ഗിഫ്റ്റ്. എന്റെ വക അടുത്ത പ്രാവശ്യം ഗിഫ്റ്റ് കിള്ളൻ ഒരു ഗിഫ്റ്റ്. വാ. ഓ, ലൈറ്റ് ഒക്കെ തെളിയുന്നുണ്ടല്ലോ ഷൂസില്. കണ്ടോ അത്? ഉണ്ണിയങ്കൾ മതമൊക്കെ. ആഹാ, കൊള്ളാലോ. ഈ കുർത്തയ്ക്കും പൈജാമയ്ക്കും പറ്റിയ ഷൂ അല്ലേ? മോനെ ക്രിക്കറ്റ് കളിക്കാറുണ്ടപ്പോ? കൂട്ടുകാരെയൊക്കെ കിട്ടിയാ? ഞാനിപ്പോ ഒരു ഫ്രണ്ടിനൊപ്പം കളിച്ചു. അതെയാ? ആണല്ലേ? ഇവിടെ വന്നിട്ട് നമ്മളത്ര കളിക്കാം. പോരാ ഉണ്ണിയങ്കൾ, നമ്മൾ കളിച്ചത്ര പോരാ. റിജ്വൽ ബേബി ആരെ ഉന്തിട്ടു എന്ന് പേടിപ്പിച്ചു എന്ന് കേട്ടല്ലോ. ആരായിരുന്നു? മറ്റേ കൺമണിയാണോ? ആ, പേടിപ്പിച്ചു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ശബ്ദം ചെയ്തതല്ലേ? ഇനി കുത്തകേടൊന്നും കാണിക്കൊന്നുമില്ല. പേടിപ്പിച്ചോ? ചുമ്മാ പേടിപ്പിച്ചതാ അല്ലേ? അത്രേ ഉള്ളൂ. സിമ്പിൾ. ഏത് പാട്ടാ റിജ്വൽ കുട്ടാ പാടുന്നേ? വളയൊന്നും ഇതാ കളഞ്ഞു വീട്ടി. സെലിബ്രേഷൻ റൗണ്ട് ആണല്ലേ? മൈ ഫേവറേറ്റ്. 2026 ആദ്യത്തെ പാട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് പാടാൻ പോണത് അല്ലേ? യെസ്, കൊള്ളാം. അതും സെലിബ്രേഷൻ ആഘോഷിച്ചു തുടങ്ങാണ്. ഡീറ്റെയിൽസ്: സിനിമ റോക്ക് ആൻഡ് റോള്, വർഷം 2007, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് വിദ്യാസാഗർ സാറ്, പാടിയത് വിജയ് യേശുദാസ് സാറും പിന്നെ രഞ്ജിത്ത് ഗോവിന്ദ് സാറും. പ്രദീപ് പള്ളുരുത്തി, ജീമോൻ, ഇവരൊക്കെ ഉണ്ട്. കുറച്ച് പേരുണ്ട് വേറെ. വിജു, പ്രദീപേട്ടൻ, രഞ്ജിത്ത്, ജീമോൻ, ഇത്രയും പേരുണ്ട്. ഓക്കെ. മധുവങ്കൾ ഇതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട് ഈ സിനിമയില്. രാവേറെയായി പൂവേ, മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ, അങ്ങനെ പാട്ടുണ്ട്. പിന്നെ ഡബിങ്ങിലും കുറച്ച് പാടിയിട്ടുണ്ട്. ഞങ്ങക്ക് ഒരു 2 വരി പാടിത്തരുമോ? രാവേറെയായി ന്യൂ ഇയർ ആയിട്ട് മധുവങ്കളുടെ സ്പെഷ്യൽ. രാവേറെയായി പൂവേ, പൊൻചെമ്പനീർ പൂവേ, ഒരു യാത്രികനീ വഴി പോകെ മനൊത്തൊരു കാൽ പെരുമാറ്റം കേട്ടുണരു. ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. രാവേറെയായി പൂവേ, പൊൻചെമ്പനീർ പൂവേ. രോമാഞ്ചിഫിക്കേഷൻ ഇവിടുന്ന്. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇനി റിജ്വലിന്റെ പാട്ട് കേൾക്കാം. റിജ്വലിന്റെ പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. റിജ്വൽ കുട്ടാ. താങ്ക് യു.
വളയുന്നിതാ കളഞ്ഞു കെട്ടി കുളക്കടവിൽ കിടന്നു കെട്ടി വളയുന്നിതാ കളഞ്ഞു കെട്ടി കുളക്കടവിൽ കിടന്നു കെട്ടി നീലനിലാവിൽ തിളങ്ങും വള നല്ല വലം പിരി ശംഖുവള നീലനിലാവിൽ തിളങ്ങും വള നല്ല വലം പിരി ശംഖുവള തങ്കമൊരുക്കിയ തിങ്കൾ വള താളക്കുടുക്കമേൽ തട്ടും വള തങ്കമൊരുക്കിയ തിങ്കൾ വള താളക്കുടുക്കമേൽ തട്ടും വള കുട്ര 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 വളയുന്നിതാ കളഞ്ഞു കിട്ടി കുളക്കടവിൽ കിടന്നു കിട്ടി Come on, come on. സബാഷ്, അടിപൊളി. താങ്ക് യു. അവന് തന്നെ സന്തോഷായി. റിജ്വൽ കുട്ടാ, എന്തോ എന്താ ഇവിടെ കണ്ടത്? പെർഫോമൻസ്. അതാ ഉഗ്രൻ പെർഫോമൻസ്. ഇതാണ് ആ പെർഫോമൻസിന്റെ കാര്യം ചോദിച്ചത്. താങ്ക് യു. ഉഗ്രനായിരുന്നു, കലക്കി, അടിപൊളി. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇവിടെ വന്നത്. നല്ല ഓളം സൃഷ്ടിച്ചു ഇവിടെ. ശരിക്കും നല്ലൊരു സെലിബ്രേഷൻ മൂഡ് തന്നെ കൊണ്ടുവന്നു. താങ്ക് യു. ഇവിടെ സെലിബ്രേഷൻ ആയിരുന്നു. ആ. ഓക്കെ. പിന്നെ നമ്മുടെ ചേട്ടന്മാര് ഗ്രൂമേഴ്സ് കൂടെ സപ്പോർട്ട് ചെയ്ത് ശ്യാമും വൈശാഖും, അതെ, വേറെ ലെവലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ് സൂപ്പർ, കലക്കി. യെസ്. അപ്പൊ എന്തായാലും മധുങ്കളിന് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് വളരെ 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 ഇഷ്ടു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റിച്വൽ കൂട്ടനെ ഞാൻ ഈ പാട്ട് തുടങ്ങിയപ്പോ ഞാൻ എന്ത് വിചാരിച്ചു, ഈ മോനെ എന്ത് ചെയ്യോ ഈ പാട്ടില് എന്ന് വിചാരിച്ചു. നമ്മൾ വളരെ അൺഎസ്യൂമിങ് ആണല്ലോ ആള്. കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഈ പാട്ട് തുടങ്ങിയപ്പോ അത് വേറെ ലെവലാക്കി. ഭയങ്കര പെർഫോമറായി. ഞാൻ ആദ്യം കാണുന്ന സമയത്ത് വളരെ പാവമായിട്ട് നിന്ന് പാടിയ ആള്, ടേക്കൻ ദ ഹോൾ തിങ് ഓൺ ഹിസ് ഹാൻഡ്സ്. അതിന് റെക്കോർഡിലുള്ള പോലെ തന്നെ പാടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് റോക്ക് ചെയ്തു.
അതെ Thank അതെ you. 2026 has begun with a bang. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൻ പറഞ്ഞു അടിയൊക്കെ നിർത്തി നമ്മൾ ഇനി മുതൽ ഫുൾ കോൺസെൻട്രേഷൻ. തല്ല് തല്ല് എന്ത് മതിച്ചേട്ടാ അടിയൊക്കെ നിർത്തി കണ്ണൂരിൽ അങ്ങനെ അടി എന്ന് പറയാം, അടിപിടി. ഓക്കെ ഇതൊരു അൺബിലീവബിൾ പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും Thank you. അതെ. അത്ര അൺഅസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മോൻ ഈ ഒരു സോങ് എടുത്തിട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും, വിശ്വസിക്കാൻ അതെ. പറ്റില്ല ശരിക്കും. നമ്മള് അതിഗംഭീരമായി. റിജ്വൽ കുട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പാട്ട് പ്രതീക്ഷിച്ചില്ല. അതെ അത് എക്സാക്ട്. അത് നമ്മള് പ്രതീക്ഷിച്ചൊരു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അല്ല എഫക്റ്റ് വോയിസ് ഒക്കെ അതെ ഭയങ്കരമായിട്ട് അതെ 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 Yes. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള റിജ്വൽ കുട്ടിന് Yes. ഞങ്ങൾ എന്താണ് തരേണ്ടത്? എന്ത് വേണം? എന്ത് വരമാണ് വേണ്ടത്? കുറച്ച് പുറകിലേക്ക് നിന്ന് വരുമ്പോ അതെ. കുറച്ച് പുറകിലേക്ക് അല്ലേ വരം തലേ വീണാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ റിജൽ കുട്ടാ, ടോപ്പ് ബാൻഡോട് നോക്കി കൊട്ര 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 കൊട്രല്ലേ. അപ്പൊ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ നോക്കി വെലി പേടിച്ചു പോയിണ്ടാവും ദിനത്തോ തക്കത്തിക്കുന്ന ദിനത്തോ ദിനത്തോ തക്കത്തിക്കുന്ന ദിനത്തോ. അപ്പൊ നമുക്ക് കുട്ടച്ചനോട് കൊട്ര 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 എന്ന് പറയാം അല്ലേ? പറയാം കുട്ടച്ഛൻ്റെ അടുത്ത്. അതൊന്ന് പറയാ മോനെ, ഒന്ന് പറയാ. കൊട്ര 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 എന്ന് പറയുമ്പോ മധുരമഴ പെയ്യും. അപ്പൊ ഞങ്ങൾ സന്തോഷപൂർവ്വം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ഡേ ആയിട്ട് റിജ്വൽ കുട്ടനെ സമ്മാനിക്കുന്നു 100 out Out of of 100. അപ്പൊ ഇത് വെറും ഒരു 100 അല്ല, hat-trick 100. Thank you. പറഞ്ഞോ കൊട്ര. മധുരമഴ കൊട്ര. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 2026 അവൻ 100 അടിച്ചിരിക്കുകയാണ്. ഒന്നാം തരം തുടക്കം അല്ലേ? അത് തുടരെ 300. 300. അതെ, ഞാൻ ന്യൂ ഇയറിന്റെ ആയതുകൊണ്ട് 100 എന്ന് പറയാം, പക്ഷെ ഒരു ഹാട്രിക് 100. അതെ, കഴിഞ്ഞ 300 ഒരുമിച്ച്. വർഷത്തിൽ നിന്ന് തുടങ്ങിയതാ. അതെ, പിന്നെ ഈ വർഷത്തിൽ അവൻ നിർത്തിയിട്ടില്ല. അപ്പൊ എന്തൊക്കെയോ ഇനിയും തുടരുന്നു. ഉദ്ദേശങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ അതെ അല്ലേ? അല്ല അത് ആലോചിക്കണം. ബോയ്സിന്റെ ഇടയിൽ അവസാനമാണ് അവന് 100 കിട്ടിയത്. എന്നിട്ട് സങ്കടമായിരുന്നു, അതെ അതെ ഇവിടെ വന്ന് കിട്ടുന്നില്ല പറഞ്ഞു, ഇതുവരെ ആ. കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ കിട്ടിയില്ല എനിക്ക് എന്നൊക്കെ മാത്രം. പറഞ്ഞ്. എന്നിട്ട് സാംസോണിയെ തല്ലിയവൻ. അതെ, അവന് 100 ആ ദേഷ്യത്തില്. ആ ദേഷ്യത്തില് കണ്ട സമയം മാറുന്നൊരു മാറ്റം. ഒരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ആള്. അതെ 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 വീട്ടുകനാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷായില്ലേ? ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. യെസ്, ഞങ്ങള് ഹാപ്പി. Triple happy. ഇനി ഉണ്ണിയങ്കളുടെ ഒരു സർപ്രൈസ് ആണ്. ന്യൂ ഇയർ ആയിട്ട് ഇനി സർപ്രൈസ് തന്നില്ല എന്ന് പറയരുത്. ഞാൻ പറയേല്ല. അതുകൊണ്ട് ഇപ്പൊ വരാൻ പോകുന്ന ആള് ഉണ്ണിയങ്കളിന് ഏറ്റവും ഇഷ്ടമുള്ള, ഉണ്ണിയങ്കളുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അതാരാണ്? ഒരാളാ വരാൻ പോകുന്നത്. അതാരാണ്? കാണാം നമുക്ക്. ഉം. എന്നാ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. Yes. ലെറ്റ്സ് വെൽക്കം ഗോകുൽ. ഞാൻ വിചാരിച്ചു ഒരു കൊച്ചുകുട്ടിയാണ്, ഞാൻ ഗോകുൽ എന്നൊക്കെ വിളിച്ചു. ഹായ് ചേട്ടാ, വെൽക്കം. ഹായ് ചേച്ചി. ഹായ് കുഞ്ഞാവേ. ഹായ് ഗോകുൽ, വെൽക്കം ടു ടോപ്പ് സിംഗർ. അപ്പൊ നിങ്ങൾ മൂന്നാളിൽ ആരാ ഉണ്ണി സാറിന്റെ ബിഗ്ഗസ്റ്റ് ഫാൻ? ആർട്ടിസ്റ്റ് ആണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യാ. ആഹാ. വർക്ക് ചെയ്യാണ്. അത് മാത്രല്ല, ഗോകുലേട്ടന്റെ കോളർ ട്യൂൺ പോലും ഉണ്ണിയങ്കളുടെ പാട്ട്. 5-6 വർഷമായിട്ട് ആണല്ലേ? ഉണ്ണിയങ്കളുടെ ഏതാ, പാട്ടാണ്. മഴനീർത്തുള്ളികളാണോ? ചെമ്പനീർ പൂവാണ്. ചെമ്പനീർ പൂവിരുത്ത്. സോ ഹാപ്പി ടു ഹിയർ. അത്ര വലിയൊരു ഫാനാണ്. അപ്പൊ ഉണ്ണിയങ്കളിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്, അടുത്ത് മിണ്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് വന്ന ഒരാളാണ് ഗോകുലേട്ടൻ. കൂടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗോകുലേട്ടൻ നന്നായി വരയ്ക്കും. എങ്ങനെ പിടികൂടി പുള്ളിനെ? ഇവിടുന്ന് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ടീം തന്നെ പിടികൂടിക്കൊണ്ട് വന്നതാണ്. ചേച്ചി വൈഫ്, ഗോകുലേട്ടന്റെ വൈഫ്. ഓക്കെ, പേര് പേര്? അനിഴ. അനീഷ. അനീഷ. അനിഴ. നക്ഷത്ര അനീഴാണോ? പേര്. അല്ലല്ല, ചെറിയ ആളുടെ പേര് ജാനി ലക്ഷ്മി. ജാനി ലക്ഷ്മി. ഓക്കെ. ഇയാള് ഭയങ്കര വലിയ ഫാനാ. ആഹാ. എന്റെ മീനുട്ടിയുടെ പകച്ചുപോയി. ഉണ്ണിയേട്ടന്റെ ഫാനും മീനുട്ടി മീനുട്ടിയുടെ വിഷൊക്കെ ഫാനും പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ വിഷൊക്കെ ആണോ? ഹലോ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഇല്ല, നേരിട്ട് കാണുമ്പോ അത്ര ചേലില്ല. ഫോണിൽ കൂടെ കൊള്ളാം. എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. അയ്യോ, അതെനിക്ക് surprise അച്ചോടാ. ആയി പോയി. മീനു പകച്ചുപോയി. അതെ അതെ. നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടാ മീനുട്ടിനെ കണ്ടപ്പോ. ഗോകുൽ പറയൂ, സംസാരിക്കൂ. ഇല്ല, കണ്ടല്ലോ. കണ്ടല്ലോ? കണ്ടപ്പോ സന്തോഷം. ഇങ്ങനെ ഓർത്തിരുന്നോ? അങ്ങനെ കാണും, അടുത്ത് മിണ്ടും, അങ്ങനെ ഇല്ല, സന്തോഷമുണ്ട്. ഗോകുലേട്ടൻ അങ്ങനെ ഒന്നും ഒത്തിരി പറയാനില്ല. എന്ത് ചെയ്യുന്നു ഗോകുൽ? ഞാൻ KBRല് കസ്റ്റമർ റിലേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാ. ആഹാ. എത്ര കാലായി? ഇപ്പൊ 1 year. പാട്ടുകൾ ധാരാളം കേൾക്കുവോ? കുറച്ച്.
ഉണ്ണിയങ്ങളുടെ ഏതൊക്കെ പാട്ടാ ഏറ്റവും ഇഷ്ടം? ചെമ്പനീർ പൂ. അതും പിന്നെ പിന്നെ ഒരു തമിഴ് പാട്ടുണ്ട്. അതുമാണ് ഏറ്റവും ഇഷ്ടം. ഏതാണ് തമിഴ് പാട്ട്? എന്ന വിലയഴ അതെ അതെ അതെ. എൻ്റെ അമ്മേ, അത് ഒരു രക്ഷയില്ലാത്ത പാട്ട്. ഉണ്ണിയങ്ങളൊന്ന് സ്റ്റേജിലേക്ക് വരോ? ഹായ് ഗോകുൽ. ഹായ് അനീഴ. ഹായ്. ബോധം പോവും ചേട്ടൻ പറയാ. ഞാൻ പിടിച്ചു നിർത്തട്ടെ. പിടിച്ചു നിർത്തിക്കോ. ഉണ്ണിയങ്ങൾ ആ പാട്ടൊന്ന് പാടിക്കൊടുക്കോ ഗോകുലേട്ടന് വേണ്ടി. ചെമ്പനീർ പൂ. തനിയെ എളിഞ്ഞ ഭാവമാം ശ്രീരാഗം ഒരു മാത്ര നീയൊത്തു ഞാൻ മൂളില്ല. പുലർമഞ്ഞു പെയ്യുന്ന യാമത്തിലും നിൻ മൃദുമേനിയൊന്നു തലോടിയില്ല. എങ്കിലും നീ അറിഞ്ഞു എൻ മനമെന്നും നിൻ മനമറിയുന്നതായി, നിന്നെ ഉണരുന്നതായി. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. കെട്ടിപ്പിടിച്ച ചേട്ടാ. അല്ല ഞാനും പടുത്തൊന്ന് കെട്ടിപ്പിടിക്കും. വല്ലാത്ത പാട്ടാ. വളരെ സന്തോഷമുള്ള ഒരു മൂമെന്റ് ആണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാള് വേദിയിൽ ഇതൊരു വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണല്ലോ. അത് മുഖത്ത് കാണാം. അതെ. ഇനി സമ്മാനം കൊടുക്കാതെ നോക്കുക. സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ആണോ? ആഹാ, ഒരു ചന്ദനക്കുലി. അടിപൊളി. നന്നായിട്ട് വരയ്ക്കുമല്ലോ ചേട്ടൻ. അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കാണാം. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീലരാവിലെ ഏകാന്തതയിൽ നിൻമിഴിയിലെ നനവൊപ്പി മായ്ച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്നിനവെന്നും നിന്നവറിയുന്നതായി, നിന്നെ തഴുകുന്നതായി. വളരെ സന്തോഷം ഗോകുൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ വന്ന്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഗ്രേസിംഗ് ദ ഒക്കേഷൻ. താങ്ക് യു ഗോകുലേട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യു ജാനിക്കുട്ടി. ബൈ. താങ്ക് യു. ടാറ്റ കേട്ടോ. ബൈ. ബൈ. സീ യു. ഉണ്ണിയങ്കൾ യെസ്, ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പിയാണ്. കാരണം ഇത് ഞാനൊരു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കാം. അടുത്തായിരുന്നു ഉണ്ണിയങ്കളുടെ ബർത്ത്ഡേ. എവിടെ കേക്ക്? എവിടെ മുട്ടായി? അതില്ല, നിങ്ങൾക്ക് ആർക്കും തരില്ല. അതെന്താ? പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ഒന്നും. കല്യാണം മുടക്കം പറയാത്ത ആളാ. ഞാൻ ചോദിക്കാനുള്ള അധികാരമില്ല. ക്രിസ്മസിന് 3 കേക്ക് കൊണ്ടുവന്നു. എവിടെയായിരുന്നു? അത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആ, എന്നെ വിളിച്ചില്ലല്ലോ.
ഞാൻ വിളിച്ചാ കണ്ടോ? വന്നേനെ. ഉണ്ണിയങ്കളുടെ വേറെ കേക്ക് വാങ്ങി തരും. ഉണ്ണിയങ്ങളും വാങ്ങി തരണം. birthday cake. മീനുട്ടിയുടെ കേക്ക് എവിടെ? ഞാൻ തരാവേ. വേഗം കൊണ്ടുപോവാ. ഞാൻ തരാട്ടോ. ഓക്കെ അല്ലേ? ഇനി പാട്ട് Yes. കേൾക്കാലോ. കേൾക്കാം. ഇനി ഞങ്ങൾ കേൾക്കാം. Okay. നമ്മുടെ ടോപ്പ് സിംഗറില് മാജിക്കൽ മെലഡീസ് റൗണ്ടിൽ പാടാനായിട്ട് എത്തുന്നു ജഗത് കുട്ടൻ. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. ഹായ്. ഹലോ ഉണ്ണിയങ്ങള്. ഹായ് ഹായ്. ആഹാ, നല്ല ഐശ്വര്യം ഉണ്ടല്ലോ ഒന്ന് കാണാൻ. ഹലോ. എത്ര നാളായി കണ്ടിട്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ മീനുട്ട, നമ്മൾ രണ്ടുപേരും എല്ലാ ദിവസവും ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു മൈൻഡില്ല. അതെ, ഞാൻ കണ്ട നോക്കുന്നില്ല. നേരെ വന്ന് കയറുന്നു. കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കണം. അതാ. അതല്ല ഉണ്ണിമേനോൻ സാറെ കണ്ടൊരു എക്സൈറ്റ്മെന്റ്. അല്ല ഞാനും അതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങും അല്ലേ? അത് നല്ല സ്വഭാവമല്ല, മനസ്സിലായോ? നമുക്ക് അറ്റൻഡൻസ് വേണം ഇവിടെ. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. എന്താണ് ആ സന്തോഷം? ഞാൻ ഇപ്പം ഈ ടോപ്പ് സിംഗർ സെലക്ഷൻ ആവാൻ കാരണമായിട്ടില്ലേ എന്റെ ടീച്ചർമാരും വന്നിട്ടുണ്ട്. ആണോ? അവരാണ് കാരണം. അതിന്റെ ഒരു ഭാഗം അവരാണ്. ഓ അത് ശരി. ഓക്കെ. അവര് പാട്ടും പാടും ഡാൻസും കളിക്കും. ഇവരോ? ഓ ടീച്ചർമാര് അത് ശരി, പഠിപ്പിക്കുകയും ചെയ്യും. കൊള്ളാലോ. സെലിബ്രേറ്റ് ചെയ്യും ന്യൂ അതെ, ഇയർ. ന്യൂ ഇയർ നമ്മൾ തകർക്കും. അതെ. അമ്മയും വന്നിട്ടുണ്ടോ? അച്ഛന്റെ അമ്മ വന്നിട്ടുണ്ട്. അച്ഛന്റെ അച്ഛന്റെ അമ്മ. ടീച്ചർമാരെ ഒന്ന് പരിചയപ്പെടുത്തൂ. അതെ. എന്റെ പേര് ഷീജ. ഞാൻ അവന്റെ സംസ്കൃതം ടീച്ചറാണ്. ഓ സംസ്കൃതം പഠിക്കണ്ടോ? എന്റെ ദൈവമേ. ആ പിന്നെ എല്ലാം ഉണ്ട്. ഞാൻ ജയന്തി, മലയാളം ടീച്ചറാണ്. മലയാളം പഠിക്കണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ മായ, ആ. മാത്സ് ടീച്ചറാണ്. അയ്യോ, മാത്സ് പഠിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ഇംഗ്ലീഷ് ടീച്ചറാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കൊള്ളാല്. എങ്ങനെയുണ്ട് പഠിക്കാൻ? ജഗത്ത് മിടുക്കനാണ്. ആ. സാധാരണ കുട്ടികളെ പോലെ ചെറിയ പടപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ? എങ്കിലും നല്ല മിടുക്കനാണ്. പാട്ടും പാടും, പഠിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിനും നമുക്ക് സഹായിയാണ്. ചിലപ്പോ ഞങ്ങളെയും പാട്ട് പഠിപ്പിക്കും. ആണോ? അത് ശരി. നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെയും പഠിപ്പിക്കും. അപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു സൗഹൃദമാണ്. അധ്യാപക ശിഷ്യ ബന്ധം അല്ലാതെ നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് ആണല്ലേ? ജഗത്ത്. അത് ശരി. പിന്നെ ഞാനും ഈ സംസ്കൃതം പഠിപ്പിക്കുന്ന ഷീജ ടീച്ചറും കൂടിയിട്ട് പാട്ടെല്ലാം പാടിയിട്ട് റീൽസ് എല്ലാം എടുക്കാറുണ്ട്. ആണോ? അത് ശരി. ഇവരാണ് ഫ്രണ്ട്സ്. അത് കൊള്ളാം. അല്ല, ഡാൻസ് ചെയ്യുന്ന ആരാ? അതൊന്നും അവൻ പൊക്കി പറഞ്ഞാണ്. ഞങ്ങള് ചിലപ്പോ നാട്ടിലൊക്കെ ചെറിയ പരിപാടികൾക്കും സ്കൂളിലെ പരിപാടികൾക്കും ചെറുങ്ങനെ ഡാൻസ്. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണോ? അല്ല അല്ല, സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആണ്. ഓ അത് ശരി. അപ്പൊ ഇന്നൊരു ഗ്രൂപ്പ് ഡാൻസ് ഇങ്ങനെ കണ്ടേക്കാം. അയ്യോ അല്ലതല്ല, അവര് പാട്ട് പാടും. അവരുടെ ആഗ്രഹം പോലെ, ജഗത്തിന്റെ ആഗ്രഹം പോലെ പാട്ട് ഒരു പാടും. ചാൻസ് ആയിട്ട് ഉണ്ണിയങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാം. അല്ല ആ ശരിയാണ്. ഉണ്ണിയങ്ങൾ ഇരിക്കുന്നത്. ഗോൾഡൻ ചാൻസ് ആണ് ഉണ്ണിച്ചേട്ടനോട് ഡാൻസ് ചെയ്യാൻ. അതും പുതുവർഷത്തിൽ. അതെ. അത് രണ്ടുപേരും പാട്ട് പാടാം അവന്റെ കൂടെ ഒരു ആഗ്രഹം. ഓക്കെ. ഏത് പാട്ടാ? പാടി കഴിഞ്ഞിട്ട് പാടിയാലോ ജഗത് കുട്ടൻ? ശരി, ശരി. ജഗത്തിന്റെ പാട്ട് കേട്ടോ. ആയിക്കോട്ടെ, അത് മതി. എനിക്ക് ചിലപ്പോ ടച്ച് വിട്ട് പോയാലോ? അതെ അതെ. ഓക്കെ ഓക്കെ. എന്റെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ നാഷണൽ കലോത്സവന് സെലക്ട് ആയി. എന്തായി? നാഷണലിൽ പോയിട്ട് 4ാം സ്ഥാനം കിട്ടി. ആണോ? കൺഗ്രാറ്റുലേഷൻ. വെരി ഗുഡ്. ചേട്ടന്റെ പേര് നന്ദകിഷോർ. അപ്പൊ നന്ദകിഷോറെ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പൊ 2026 ഇവിടെ പാടാൻ പോകുന്ന ആദ്യത്തെ പാട്ട് ഏതാണ്? എന്റെ പാട്ട് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ആഹാ, ഉഗ്രം പാട്ട്. ലിറിക്സ് എസ് രമേശൻ നായർ സാർ, ഉം. മ്യൂസിക് വിദ്യാധരൻ മാസ്റ്റർ, ആ. മൂവി അച്ചുവേട്ടന്റെ വീട്, വെരി ഗുഡ്. വർഷം 1987, വെരി ഗുഡ്. പാടിയത് ദാസാർ. നൈസ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. എന്റെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ പ്രാക്ടീസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. ഇപ്പോൾ പാടുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗത് കുട്ട. നന്നായി പാടണേ. താങ്ക് യു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യക്ക് നാമജപം, ഹരിനാമജപം.
നാമജപം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം. അവരുടെ സ്വയംവര പന്തലൊരുക്കാൻ കലയും കമലയും പോരേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. വാവ് സൂപ്പർ കലക്കി അടിപൊളി Thank you, sir. സൂപ്പർ സൂപ്പർ മിടുക്കനാണ് മിടുക്കൻ ഫോറസ്റ്റ് താങ്ക് യു സോ മച്ച് മിടുമിടുക്കൻ. വെരി നൈസ്. ജഗത് കുട്ട ഇന്ന് ഒന്നാമത് ന്യൂ ഇയർ 2026 അതിന്റെ കൂടെ നീ അവരെ എണീച്ച് നിന്ന് കൈയടിപ്പിച്ചു. പിന്നെ ടീച്ചർമാർ വന്നതിന്റെ ഐശ്വര്യം അല്ലേ, നമുക്ക് അങ്ങനെ പറയാം. അവരുടെ പ്രാർത്ഥന അനുഗ്രഹം. അതെ, യെസ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. നോക്കിയാ ന്യൂ ഇയർ അതിഗംഭീരമായി. അതെ, Yes, Jagat. യെസ്, വെരി നൈസ്. ഇൻക്രെഡിബിൾ ഇംപ്രൂവ്മെന്റ്, ഇൻക്രെഡിബിൾ. ഒരു സ്ഥലത്ത് പോലും ശ്രുതി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അതെ, അത്ര ഭംഗി പാടിയടാ. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. ഇങ്ങനെ അനുപല്ലവിയും ചരണമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ക്ലീൻ, എല്ലാം ക്ലീൻ, ക്രിസ്റ്റൽ ക്ലിയർ.
ഒന്നും പറയാനില്ല എനിക്ക്. അതിഗംഭീരമായി. താങ്ക് യു സാർ. അതായത് ദാസേട്ടൻ പാടിയ മാതിരി അല്ല തോന്നിയത്, വിദ്യാരൻ മാഷ് പാടിയ മാതിരി. ഞാനും അതുകൂടി പറയായിരുന്നു. വിദ്യാരൻ മാഷ് പാടിയ ആ ഒരു ഫീല്, ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു ഫീല്, താങ്ക് യു സാർ. അത് എവിടെയും നമുക്കൊരു ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു ഓഫ് സാർ. കോഴ്സ് ദാസേട്ടൻ വിദ്യാരൻ മാഷ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെയായിരിക്കും പാടിയിട്ടുള്ളത്. പക്ഷെ ദാസേട്ടന്റെ ഒരു അല്ല ആ ഒരു ശ്രുതിയിൽ പാടണമെങ്കിൽ, ദാസേട്ടന്റെ ശ്രുതിയിൽ പാടണമെങ്കിൽ ഇത് നല്ല ബേസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവൻ ഇത് മാറ്റും, ശ്രുതി കുറച്ചൊന്ന് മാറ്റും, ഒരു സെമി ടോണെങ്കിലും കയറ്റിണ്ടാവും എന്ന് വിചാരിച്ചു. ഇല്ല, സെയിം ശ്രുതിയിലെ പാടിയിട്ടുള്ളത്, അതേ ശ്രുതിയിലാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് വളരെ അറ്റ്മോസ്റ്റ് പെർഫെക്ഷൻ ടു ദ കോർ പാടി. ഒരു വല്ലാത്ത മ്യൂസിഷ്യനാ, നല്ല ഒരു മ്യൂസിക്കാലിറ്റി ഉണ്ട് മോനെ. യെസ്, നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു. തകർത്തു. താങ്ക് യു സാർ. ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ നോക്കുമായിരുന്നു, പേപ്പറിൽ ഒരു പേനയുടെ ഒരു ലൈൻ പോലും ഇല്ല. ബ്യൂട്ടിഫുൾ എഴുതിയിട്ടുണ്ട് ഞാൻ. ടീച്ചേഴ്സ് മൂന്നാളും ശരിക്കും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാ ദിവസവും ടീച്ചർമാരെ കൊണ്ടുപോവാ ഇങ്ങനെ പാടുന്ന ദിവസങ്ങളില്. അത് ഞാനിപ്പോ വിചാരിച്ചത്. അച്ഛമ്മയുണ്ട്, അച്ഛമ്മയും കൂട്ടിക്കൊണ്ടു. അവര് വന്നോണ്ടാന്ന് തോന്നുന്നു പാടിയത്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വളരെ മിടുക്കനാണ്. അല്ല ജഗത്ത് അല്ലെങ്കിലും വളരെ കൺസിസ്റ്റന്റ്. അതെ. അപ്പൊ എനിക്ക് ഇന്ന് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഭാഗങ്ങളും നല്ല ഭാവത്തിൽ പാടുകയും ചെയ്തു. താങ്ക് യു സാർ. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു മ്യൂസീഷ്യൻ അകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ഈ പെർഫോമൻസ് ഞാൻ മറക്കില്ല. ഞാൻ ഇനി മറക്കേയില്ല ഇപ്പൊ. കാരണം ഇത്ര ക്ലീൻ ആയിട്ട് ഞാൻ ആരും പാടി കേട്ടിട്ടില്ല. ഒരു നോട്ട് പോലും മാറിയിട്ടില്ല. ഒരു നോട്ട് പോലും മാറിയിട്ടില്ല. ഇതിനാരോടാ താങ്ക്സ് പറയണ്ടേ? അവര് ഭയങ്കര പ്രൗഡാണേ. പാടി കഴിഞ്ഞപ്പാട് തന്നെ എല്ലാരും വന്ന് ഇവിടെ വൈശാഖ് ചേട്ടാ, ശ്യാം ചേട്ടാ ഓൺ സ്റ്റേജ്. ജഗത്ത് പാടിക്കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ അപ്പൊ തന്നെ അവിടെ ഒരു ആരവം ഗ്രൂമേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അവരുടെ പൊന്നായ വാക്കുകളൊന്നും കേൾക്കാം. പറയൂ ശ്യാമൻ വൈശാഖ്, മോനെ പറ്റി പറയൂ. സത്യം പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാന് വൈശാഖിന്റെ അടുത്ത് പറയായിരുന്നു, ഒരു കുറച്ച് ഇമോഷണലായി പോയിട്ടാ. അല്ല, നമ്മളെപ്പോഴും കുട്ടികൾ എന്താ പറയാ, അവരെ നമ്മൾ കാണുന്ന ഒരു ലെവൽ ഉണ്ടാവും. അതായത് അവരെത്രയാണ് അതെപ്പോഴും അതിന്റെ മാക്സിമത്തിൽ അവർ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ അവർ ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ മേ ബി ഗ്രൂമിങ്ങിൻ്റെ അകത്ത് അവർ ആ ലെവലിലേക്ക് എത്താത്ത ടൈമിൽ നമ്മൾ പറയും, മക്കളെ അതിൻ്റെ അകത്തേക്ക് വരണം എന്നുള്ളത്. അപ്പം സ്റ്റേജിൻ്റെ അകത്താണ് എന്താണെന്നുണ്ടെങ്കിലും വരേണ്ടത്. അപ്പോൾ സ്റ്റേജിൽ ആ വരുന്ന ടൈമിൽ ആ ഒരു രീതിയിൽ നമ്മൾ കേൾക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. മീൻസ് എന്താ പറയുക, ഒരു എക്സ്ട്രീം ലെവലിലാണ് നമുക്ക് അതിന്റെ ഒരു ഫീല്. സന്തോഷം. രണ്ടുപേരുടെയും ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങളാണല്ലോ ഇവരുടെ പാട്ടുകൾ കേൾക്കുന്നത്. അതെ, ഞങ്ങളിവിടെ വന്നിട്ട് ഈ പെർഫോമൻസിൽ നമ്മൾ കേൾക്കുന്നത്. അതിനേക്കാളും കൂടുതൽ നിങ്ങളാണ് അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിലവാരം എങ്ങനെയുണ്ടെന്ന് എല്ലാം മനസ്സിലാക്കുന്നത് നിങ്ങളാണ്. പാടുന്നറിയായിരുന്നു, പക്ഷെ ഇതൊരു ഭയങ്കര, ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ നാള് കൂടിയിട്ട് നന്നായിട്ട് നല്ലൊരു പാട്ട് കേട്ടത് ഇപ്പോഴാണെന്ന് ഞാൻ ഇങ്ങനെ പറയായിരുന്നു. സിംഗിങ് ആയിരുന്നു. ഇത് കേൾക്കുമ്പോ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാട്ടാന്ന് തോന്നുന്നു. പൊതുവെ വിദ്യാധര മാഷിന്റെ പാട്ട് അങ്ങനെയാ കേൾക്കുമ്പോ. അത് മാത്രമല്ല ഒറിജിനൽ ശ്രുതിയിൽ പാടി, അത് വലിയൊരു അച്ചീവ്മെന്റ് ഈ പ്രായത്തിൽ. അവര് പ്രൗഡാണ്. ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അല്ല, ഞങ്ങൾ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ആ പാട്ടിന്റെ ട്യൂണ് മാത്രമായിട്ട് നിങ്ങൾ അത് കേൾക്കാൻ പാടില്ല. അതിന്റെ ഉള്ളിലൊരു ആത്മാവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കണക്ട് ആവണം. അപ്പോഴുള്ള അതുകൊണ്ട് കാര്യമുള്ളൂ എപ്പോഴും പറയാറുണ്ട് അവരുടെ അടുത്ത്. അല്ല, ഈ ഒരു ടൈമിൽ അവന്റെ എന്താ പറയാ, ആ ദൈവം വന്ന് അതൊരു ആവാഹിച്ചെടുത്തു. അതെ, കാരണം മാത്രല്ല ടോപ്പ് ബാൻഡ് ആയാലും എല്ലാവരും ഫീൽ ചെയ്തു എന്നുള്ളതാണ്. മുഖത്തും കാണായിരുന്നു ആ ഒരു സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ഇപ്പോ ദേ വരുന്നു നമ്മുടെ ജഗത് കിഷോറിന് 100 out of 100 മധുരമഴ. ആദ്യമായിട്ട് ഞങ്ങൾക്കും മിഠായി. അതെ, നമ്മൾ ഗ്രൂമേഴ്സ് ആണ്, ഒരു വില കളയരുത്. ഈ മധുരമഴ ജഗത് കിഷോറിനും ഗ്രൂമേഴ്സിനും കൂടിയാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടു.
നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ജഗത് കുട്ടനാണ്. Yes. അതൊന്ന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ 2 ഗ്രൂമേഴ്സ് ആണ്, ശ്യാം ചേട്ടനും വൈശാഖേട്ടനുമാണ്. ജഗത് കുട്ടന് റിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇവിടെ വേറൊരു സംഭവം കൂടെ നടക്കാൻ പോകുന്നുണ്ട്. ഒന്ന്, നമ്മൾ കാത്തിരുന്ന പോലെ ടീച്ചേഴ്സിന്റെ പാട്ടുണ്ട്. അത് മാത്രല്ല, ടീച്ചേഴ്സ് ജഗത് കുട്ടന് വേണ്ടി ഒരു സമ്മാനം സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജഗത് കുട്ടന്റെ അച്ഛമ്മേനെയും ടീച്ചേഴ്സിനെയും കൂടെ വിളിക്കാം അല്ലേ? വെൽക്കം. ജഗത് കുട്ടന്റെ ന്യൂ ഇയർ ആയിട്ട് ഒത്തിരി സമ്മാനങ്ങളാണ്. വെൽക്കം. അച്ഛമ്മ ആദ്യം. അടിപൊളി. മധുരമഴ, നിനക്കാണ് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ, ന്യൂ ഇയർ ആയിട്ടല്ലേ? അപ്പൊ ടീച്ചർമാർ ഏത് പാട്ടാ പാടുന്നേ? ഞങ്ങള് ഒന്നിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. അവൻ എന്നെ പഠിപ്പിച്ചൊരു പാട്ടാണ്. മറ്റേത് അതുകൊണ്ട് അവന്റെ കൂടെ അത് പാടാനൊരു ആഗ്രഹം. ഈ ഫ്ലോറിൽ വന്ന് ഇവനൊരു 100 മാർക്കൊക്കെ വാങ്ങിയപ്പോൾ ഉള്ള സന്തോഷം. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരിനാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നേകനായി എന്തിനൻ മുന്നിൽ വന്നു പനിനീർമണം തൂകുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേരോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. സൂപ്പർ സൂപ്പർ. കൊള്ളാലോ, ടീച്ചർ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അതെ, ശിഷ്യ കൊള്ളാലോ. ശിക്ഷണം. അവനാണ് കൂടെ പാടാനുള്ള ഒരു ധൈര്യം തന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്രമവേളകള് ആനന്ദകരമാക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അച്ഛമ്മയ്ക്കും. അതെ. താങ്ക് യു. ബൈ ടാറ്റാ. ഹാപ്പി ന്യൂ ഇയർ. മധുങ്കൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതല് 2026 നമുക്ക് ഗംഭീരാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയും ഗംഭീരമാവുന്ന സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും അതെ, ഇന്നുവെച്ചാ ഇത്രയും 100 അടിക്കാൻ വരുന്നവരൊക്കെ ചുമ്മാ ഇന്ന് തന്നെ നമുക്ക് 200, അതും ഒരാൾക്കും അടുപ്പിച്ച് 3 പ്രാവശ്യം 100 കിട്ടി. അപ്പൊ ടോപ്പ് സിംഗറിൽ ഓരോ പ്രാവശ്യം കഴിയുന്തോറും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മുത്തുമണികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പം ശുഭപ്രതീക്ഷ ഈ വർഷവും കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നെ പ്രതീക്ഷിക്കുന്നല്ലോ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? നാളത്തെ ദിവസമല്ല, നാളെ മുതൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഇക്കാലവും നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ദാസങ്ങളുടെ, നമ്മുടെ ദാസേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരും നമ്മളും വെയിറ്റിംഗ് ആണ് അല്ലേ? അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ടാറ്റാ ബൈ, സീ യു. ഗുഡ് നൈറ്റ്. ഹാപ്പി ന്യൂ ഇയർ.